ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ ഓറക്കിൾ ഡെക്കാണ് ആദ്യം നോക്കുന്നേ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇറിപ്ലേസബിൾ. ഇപ്പോൾ റീഡിങ് എത്ര പേർക്ക് വാലിഡ് ആവുമെന്ന് അറിയില്ല, ആവുന്നവർ സ്വീകരിക്കുക കേട്ടോ. ഫോർഗിവ്നെസ്, റണ്ണർ, ന്യൂ ചാപ്റ്റർ, ഡിസ്ഹോണസ്റ്റി, ഹാബിറ്റ്സ്. 2 കാർഡും കൂടി എടുക്കാം. റിവീൽ, കൺഫ്യൂഷൻ. 2 കാർഡും കൂടി എടുക്കണോ? നോക്കാം. റിഫ്ലക്ഷൻ, മിസ്റ്റേക്സ്. അപ്പോൾ ഈ ഒരു ബന്ധത്തെക്കുറിച്ച് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്ന മെസ്സേജ് ഒരു കാര്യം കൂടിയുണ്ട്. ബോട്ടം വന്നിട്ടുള്ളത് മെൻറ്റ് എന്നുള്ളൊരു കാർഡാണ്, അതുകൂടി എടുക്കുകയാണ്. മെൻറ്റിൽ തന്നെ തുടങ്ങാം അല്ലേ? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹമുണ്ടോ? ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കണക്ഷൻ ശരിയാക്കണം, ഈ ഒരു ബന്ധം ശരിയാക്കണം എന്നവർ ചിന്തിക്കുകയാണ്. അതായത് പുതുതായിട്ട് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ റീഡിങ് കാണുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം പ്രത്യേകതയുള്ള ദിവസമാണ്. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയമുള്ളിൽ സൂക്ഷിക്കുന്നവർക്കും ഇന്ന് സെപ്പറേഷനിൽ ഇരിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഈ ഒരു ബന്ധം പുതുതായിട്ട് തുടങ്ങാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇറിപ്ലേസബിൾ. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിങ്ങൾക്ക് പകരമാവാനായിട്ട് വേറെ ആരെയും അവർ കണ്ടെത്തിയിട്ടില്ല എന്നവർ സമ്മതിക്കുകയാണ്. നിങ്ങളെപ്പോലെ നിങ്ങൾ മാത്രമുള്ളൂ എന്നവർ തിരിച്ചറിയാണ്. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളാണെന്ന് തിരിച്ചറിയാണ്. അതുതന്നെയാണ് ഇവിടെ ആ ഒരു കണക്ഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കാൻ കാരണം. ഫോർഗീവ്നെസ്. ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. പാസ്റ്റിലെ എനർജിയെ, ഭൂതകാലത്തെ മറികടക്കാനായിട്ട് ഞാൻ പാടുപെടുകയാണ് എന്ന് പറയാണ്. അതായത് നിങ്ങളില്ലാത്ത ജീവിതം, ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവർ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. റണ്ണർ എന്നുള്ളൊരു കാർഡാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. എനിക്കിനി ഓടാൻ താല്പര്യമില്ല എന്നവർ പറയാണ്. നിങ്ങളിൽ നിന്നും ഓടി ഓടി അവർക്ക് മതിയായി, നിങ്ങളിൽ നിന്നും ഒളിച്ചൊളിച്ച് മതിയായി പറയില്ലേ, അവർ തിരിച്ചു വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഏതൊരു എനർജി മൂലമാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ന്യൂ ചാപ്റ്റർ എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ ആം ട്രൈ ടു മൂവ് ഓൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്കാണ് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏതൊരു വ്യക്തിയിലേക്കാണോ, ഏതൊരു കാര്യത്തിനാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറുന്നിട്ടുള്ളത്, അവിടെ നിന്നും നിങ്ങളിലേക്ക് എന്നാണ് കാർഡ് പറയുന്നത്. ന്യൂ ചാപ്റ്റർ ആണ്, പുതിയ തുടക്കത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഡിസ്ഹോണസ്റ്റി. കള്ളങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ തമ്മിൽ വേർപിരിഞ്ഞത്. അപ്പോൾ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത് എന്നവർ സമ്മതിക്കുകയാണ്. അപ്പം അവരാണ് തെറ്റ് ചെയ്തത് എന്ന് അവർ സമ്മതിക്കുന്ന നിമിഷത്തെ നിങ്ങളോട് കുറേ സത്യങ്ങൾ പറയുന്ന ഒരു കാര്യത്തെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഹാബിറ്റ്സ് എന്നുള്ളൊരു കാർഡാണ്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. നമ്മൾ എപ്പോഴെങ്കിലും മാറുമോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അയാൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്, നിനക്ക് മാറ്റം സംഭവിക്കുമോ എന്ന് അവർ ചിന്തിക്കുകയാണ്. ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ നീ എന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. നിനക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരാണ് തെറ്റ് ചെയ്തത് എന്നവർ സമ്മതിക്കുക തന്നെയാണ് ആ കാർഡും പറയുന്നത്. റിവീൽ. ഐ വാണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്.
എനിക്ക് നിന്നോട് സത്യം പറയണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്, പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അവർ മറച്ചു വെച്ചിട്ടുള്ള സത്യങ്ങളെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കൺഫ്യൂഷൻ നിങ്ങളുടെ എനർജിയാണ്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാർട്ട്. എനിക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് തോന്നുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ്. ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ വരവെന്ന് പറയുന്നത് കൺഫ്യൂഷനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ റീഡിങ് കാണുന്ന നിമിഷം ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവാം, കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്ക് തോന്നുന്നത് കൺഫ്യൂഷനാണ്, നിലനിന്ന് പോകുന്ന ഒരു ബന്ധമാണോ? ഒത്തിരി പേർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. എന്നാൽ നിങ്ങളിലുള്ള സംശയത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് റിഫ്ലക്ഷൻ എന്നാണ്. ബീങ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഈ ഒരു സെപ്പറേഷനാണ്, ഞാനും നീയും വേർപിരിഞ്ഞ് നിന്നതാണ് ഇവിടെ എനിക്ക് വ്യക്തത ലഭിക്കാനായിട്ട് ഇടവന്നത്. ഈ ഒരു ബന്ധത്തിൻ്റെ തീവ്രമായിട്ടുള്ള കാര്യങ്ങൾ, ആഴം എന്തെന്ന് എനിക്കൊരു വ്യക്തത തരാനായിട്ട് യൂണിവേഴ്സ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുകയാണ്. അപ്പം നിങ്ങളുടെ വാല്യൂ തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. അവർക്ക് കുറേ കാര്യങ്ങളിൽ തിരിച്ചറിവ് വന്നേക്കാണ്. മിസ്റ്റേക്സ് അവർക്ക് വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ സമ്മതിക്കുകയാണ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. ഞാൻ എൻ്റെ തെറ്റുകൾ തിരുത്താനായിട്ട് തയ്യാറാവാണ്. അവർ പറയാണ്, അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ ഏതൊക്കെ തെറ്റാണോ അവർ ചെയ്തിട്ടുള്ളത് അതൊക്കെ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറാകുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഈഗോ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അതൊക്കെ മാറിക്കൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് അവർ വരുന്നത് എന്ന് കാർഡ്സ് പറയുന്നു. ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ്, ഈ ഒരു നോ കോണ്ടാക്ട് തന്നെയാണ് അവരിലേക്ക് ക്ലാരിറ്റി വരുത്തിയിട്ടുള്ളത് എന്ന് പറയുകയാണ്. ഇൻഡിസിസീവ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്ട് യു. അവരെടുത്ത തീരുമാനം നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്ന നിമിഷത്തെ തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒത്തിരി വേദനിച്ചു എന്നവർ മനസ്സിലാക്കുകയാണ്. അവർ ചെയ്ത തെറ്റ് തന്നെയാണ് ഇവിടെ വ്യക്തത കൊണ്ടുവന്നിട്ടുള്ളത്. അൺസാറ്റിസ്ഫൈഡ് ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. കാര്യങ്ങൾ പോയിരുന്ന രീതി അതിലവർ സന്തോഷവാനായിരുന്നില്ല, സന്തോഷവതി ആയിരുന്നില്ല എന്ന് പറയുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ അവർ വേദനിച്ചിട്ടുണ്ട് എന്നവർ പറയുകയാണ്. അവർ തെറ്റിത്തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ടാരോ കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് ഫൈനലായിട്ട് എന്താണ് റീഡിങ്ങിൽ പറഞ്ഞത് എന്ന് നോക്കാം. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒറക്കിൾ ഡെക്കിലൂടെ നോക്കിയിട്ടുള്ളത്. Nine of Wands, Ten of Pentacles, സൺ. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. വീണ്ടും കാർഡ് എടുക്കണം എന്ന് തോന്നുന്നില്ല, ധാരാളമായി. കാരണം സൺ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് കിട്ടുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാൻ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത്. മൂന്ന് കാർഡ് വെക്കാണ്, ആൻസർ പറയാണ്. നൈൻ ഓഫ് വാൻസിൻ്റെ എനർജി നിങ്ങളിലേക്കുള്ള ഫൈനൽ പുഷിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ആക്ഷനെയാണ്, അവരെടുക്കുന്ന തീരുമാനത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ അവരെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പാസ്റ്റിൽ മറ്റുള്ള എനർജികളായിരിക്കാം നിങ്ങളെയും അവരെയും ഈ സെപ്പറേഷനിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് തെറ്റ് തിരുത്തിക്കൊണ്ട് അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാർഡ് പറയുന്നത്. സെക്കൻഡ് കാർഡ് ടെൻ ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. ഒരു ഫാമിലിയെ, കമ്മ്യൂണിറ്റിയാണ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള അബണ്ടൻസ് വരുന്നു, പുരോഗതിയാണ് കാണിക്കുന്നത്.
അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. ഇവിടെ സൺ കാർഡ് പറയുന്നതും അത് തന്നെയാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ? യെസ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ? യെസ്. നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടോ? യെസ്. ഒരു കംപ്ലീഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് കാണിച്ചു തരുന്നത്. ഇന്ന് ഈ റീഡിംഗ് കാണുന്ന ഏതൊരു വ്യക്തികളായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. അവരുമായിട്ട് കുറേ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോട് കൂടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ള ദിവസമാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്ര മാത്രമാണ്. ഇവിടെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഇത്ര മാത്രമാണ്. ഞാൻ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുകയാണ്. എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യാം. റീഡിംഗ് ഞാൻ നിർത്താണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ട് റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.